നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂടോടെ ഒഴുകിപ്പോയി. പൊതു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുമ്പോൾ കമൽനാഥ് കുടുംബസമേതം BJPയിൽ. ഒരു രാജ്യസഭാ സീറ്റിന്റെ വിലയായി 12ഓളം MLA-മാരെയും കൊണ്ടുപോകും. ഏറെക്കാലമായി കമൽനാഥ് അസ്വസ്ഥൻ. രാഹുൽ ഗാന്ധി സമാധാനത്തിനായി വയനാട്ടിൽ എത്തുമ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് അന്താളിപ്പിലാണ്. പൊതു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിനെ ആശങ്കയോടെയാണ് കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത്. മുതിർന്ന നേതാവ് അശോക് ചവാൻ BJPയിലെത്തി ആഴ്ചകൾ മാത്രം പിന്നിടുമ്പോഴാണ് മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടി പാർട്ടി വിട്ട് BJPയിൽ ചേരാൻ ഒരുങ്ങുന്ന വാർത്ത വരുന്നത്. കോൺഗ്രസിന്റെ അതികായന്മാരിൽ ഒരാൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കമൽനാഥ് BJPയിൽ ചേരുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഏറെക്കാലമായി കോൺഗ്രസിനകത്ത് കമൽനാഥ് അസ്വസ്ഥനായിരുന്നുവെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യം പാർട്ടിയെ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അടുത്ത വൃത്തങ്ങൾ പറയുന്നു. കമൽനാഥ് ഡൽഹിയിൽ എത്തിയതും മകനും MP-യുമായ നകുൽനാഥ് ട്വിറ്റർ ബയോയിൽ കോൺഗ്രസ് എടുത്തു മാറ്റിയതും വളരെ സൂക്ഷ്മമായാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം നോക്കിക്കാണുന്നത്. പാർട്ടിക്കുള്ളിൽ കമൽനാഥിന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റുവെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത അനുയായി സഞ്ജൻ സിംഗ് വർമ്മ പറഞ്ഞു. കമൽനാഥ് അപമാനിതനായെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ ANI-യോട് പ്രതികരിച്ചു. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ തിരക്കിലാണ്. മുതിർന്ന നേതാക്കളായ ജയറാം രമേശ്, KC വേണുഗോപാൽ, രൺദീപ് സുർജേവാലയെ പോലെയുള്ളവരാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. കോൺഗ്രസിനകത്ത് കമൽനാഥ് ഏറെക്കാലമായി അസ്വസ്ഥനായിരുന്നുവെന്നും കമൽനാഥുമായുള്ള അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടാത്തത് കൊണ്ടായിരുന്നു കമൽനാഥ് പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥനായിരുന്നത് എന്ന ചോദ്യത്തിന് അത്തരം കാര്യങ്ങൾ ശരിയല്ല എന്നായിരുന്നു അടുത്ത വൃത്തങ്ങളുടെ പ്രതികരണം. എന്നാൽ BJPയിൽ ചേരുന്നതിൽ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ തന്നെ അക്കാര്യം ആദ്യം അറിയിക്കുന്നത് നിങ്ങളോടായിരിക്കും എന്നായിരുന്നു കമൽനാഥിന്റെ മറുപടി. BJPയിൽ ചേരുന്നു എന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ അദ്ദേഹം ഡൽഹിയിൽ എത്തിയിരുന്നു. അതിന് പിന്നാലെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. മധ്യപ്രദേശ് തോൽവിയെ തുടർന്ന് PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കുകയും രാജ്യസഭയിലേക്ക് പരിഗണിക്കാതിരിക്കുകയും ചെയ്ത നിരാശയിൽ BJPയിൽ ചേർന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥ് ഡൽഹിയിൽ എത്തിയത്. അദ്ദേഹത്തിന്റെ മകനും മധ്യപ്രദേശിൽ നിന്നുള്ള ഏക കോൺഗ്രസ് MP-യുമായ നകുൽനാഥ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്ന് കോൺഗ്രസ് ഒഴിവാക്കിയതും അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നു. ഡൽഹിയിലുള്ള കമൽനാഥ് BJP നേതാക്കളെ ആരെയും കണ്ടിട്ടില്ലെങ്കിലും രഹസ്യ ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നാണ് സൂചന. 3 കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയിൽ എത്തുമെന്ന് മധ്യപ്രദേശ് BJP അധ്യക്ഷൻ VD ശർമ്മ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നകുൽനാഥിന്റെ മണ്ഡലമായ ചിന്ദ്വാരയിൽ കോൺഗ്രസ് പ്രവർത്തകരുമായി ചർച്ചകൾ നടത്തിയ ശേഷമാണ് കമൽനാഥ് ഇന്നലെ രാവിലെ ഡൽഹിയിൽ എത്തിയത്. നകുൽനാഥും ഡൽഹിയിലുണ്ട്. BJP പ്രവേശനത്തെ കുറിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് നിഷേധിക്കാതെ എന്തുണ്ടെങ്കിലും നിങ്ങളോട് പറയുമെന്ന മറുപടിയാണ് കമൽനാഥ് നൽകിയത്. മാധ്യമ പ്രവർത്തകരോട് ആവേശം കൊള്ളേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൊല്ലി രാഹുൽ ഗാന്ധി പരസ്യമായി തള്ളിപ്പറഞ്ഞതും PCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയതും കമൽനാഥിനെ അസ്വസ്ഥനാക്കിയിരുന്നു. 2020-ൽ കമൽനാഥ് നയിച്ച കോൺഗ്രസ് സർക്കാരിനെ വീഴ്ത്തിയ ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിൽ ചേർന്നത് സംസ്ഥാനത്ത് പാർട്ടിക്ക് വൻ തിരിച്ചടിയായിരുന്നു. അടുത്തിടെയാണ് മഹാരാഷ്ട്രയിൽ മിലിന്ദ് ദേവ്റെയും മുൻ മുഖ്യമന്ത്രി അശോക് ചവാനും പാർട്ടി വിട്ടത്.